മുൻ മേയർ ആര്യ രാജേന്ദ്രനോട് അവൾ എന്തിയേ നാണിച്ച് വെള്ളത്തിനടിയിലെങ്ങാനും തന്നെ കാണും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നാട്ടുകാരുടെ കണ്ണുമെട്ടത്തെങ്ങും ഇറങ്ങരുത് എന്ന് എനിക്കും പുറത്തോട്ട് ഇറങ്ങണമല്ലോ. ഇറങ്ങിയിട്ട് ഉടനെ അങ്ങ് പോരെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആര്യയ്ക്ക് പാർട്ടി മത്സരിക്കുവാൻ സീറ്റ് നൽകിയിരുന്നില്ല. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോയിട്ട് പ്രചരണത്തിന് ഇറങ്ങാൻ പോലും യാതൊരു റോളും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ആളുപുള്ളി വേറെയാ, നിങ്ങളുടെ വേലയൊന്നും നടപ്പില്ല. ആളുകളുടെ ദൃഷ്ടിയിൽ പോലും പെടരുത്, അത് പാർട്ടിക്ക് കനത്ത ദോഷം ചെയ്യും എന്നാണ് നിർദ്ദേശം. നോക്കട്ടെ, നീ ഭാഗ്യമുള്ളവളാണല്ലോടി മോളെ. കോർപ്പറേഷൻ ഭരണം നഷ്ടമായതോടെ പാർട്ടി എടുത്ത് ചവറ്റുകുട്ടയിൽ ഇട്ടത്. അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് കൊതുകടി കൊണ്ടോളാം. അങ്ങനെ ഒന്നും ഞാൻ വെള്ളത്തിലാവൂല. ഡമ്മി മേയറാക്കി ശിവൻകുട്ടിയും സംഘവുമായിരുന്നു കോർപ്പറേഷന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. നടക്കട്ടെ നടക്കട്ടെ, എന്റെ കാര്യമെങ്കിലും നടക്കട്ടെ. എന്നാ തീവെട്ടിക്കൊള്ളയായിരുന്നു കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ നടന്നു വന്നിരുന്നത്. അങ്ങനെ ആരാമോൻ BJP തലസ്ഥാനത്ത് തന്നെ ഭരണം പിടിച്ചു. ഇപ്പോൾ പ്രചാരണവുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികളിൽ നിന്ന് പോലും പാർട്ടി ആര്യയെ ഒഴിവാക്കി. അവള് മഹാവിളഞ്ഞതല്ലയോ. ആര്യയുടെ ഫോട്ടോ കണ്ടാൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് പൊങ്കാലയിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നടക്കും, അത് കൈ നോക്കാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ. എന്തിന് ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ പോലും ജോലി ഈ അഹങ്കാരി ഇല്ലാതാക്കി. തങ്കമ്മ പെണ്ണ് പാവ. ജില്ലാ നേതൃത്വത്തെയും മുതിർന്ന നേതാക്കന്മാരെയും വരെ ഇവർ വെല്ലുവിളിച്ചു. കടത്തുകടവിലെ പാർവതിയിലെ മോളാണേലും തട്ടും. അവള് തട്ടും. ഇപ്പോൾ ഇതാ ഒന്നുമല്ലാതായി, പവനായി, ശവമായി. പെണ്ണങ്ങ് നാണിച്ചു.